ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാസ് എജു ടിപ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ പുതിയ SCERT പാഠപുസ്തകങ്ങളിലെ ചാപ്റ്റേഴ്സ് പഠിക്കാൻ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ സോഷ്യൽ സയൻസ് സ്റ്റാൻഡേർഡ് 9 പാർട്ട് 1 ഫസ്റ്റ് ചാപ്റ്റർ നിന്ന് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അറിയാം കൂടുതൽ കണ്ടൻറ്റ് സ്റ്റാൻഡേർഡ് 9 കാര്യങ്ങൾ നമുക്ക് കിട്ടും അല്ലേ. സോ നമ്മൾ ഫസ്റ്റ് പാർട്ട് സോഷ്യൽ സയൻസ് ഫസ്റ്റ് ചാപ്റ്റർ അങ്ങോട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കേരള PSCയുടെ എല്ലാ പരീക്ഷകൾക്കും LP UP KTET HSC പോലുള്ള എല്ലാ എക്സാംസിനും നമുക്ക് SCERT പാഠപുസ്തകങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വർഷത്തെ പുതിയ ടെക്സ്റ്റ് ബുക്കിലത്തെ പാഠപുസ്തകങ്ങൾ ചോദിക്കാനും വളരെ ചാൻസ് ഉള്ള സംഭവം തന്നെയാണ്. അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സംഭവം കൂടിയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. ആ ഒരു രീതിക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ കൂട്ടുകാരൊന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാവുന്നതാണ്. അപ്പോൾ കൂടെ തന്നെ ഉണ്ടാകുമെന്ന വിശ്വാസത്തോടു കൂടി നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം, ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട്. മനുഷ്യ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ പുരാവസ്തു ഗവേഷകർ മാനവ ചരിത്രത്തെ വിവിധ കാലഘട്ടങ്ങളായി തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ മനുഷ്യർ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ യൂസ് ചെയ്തിരുന്ന വസ്തുക്കളുടെ അടിസ്ഥാനത്തിലാണ് പുരാവസ്തു ഗവേഷകർ മാനവ ചരിത്രത്തെ വിവിധ കാലഘട്ടങ്ങളായിട്ട് തരംതിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ശിലായുഗം, സ്റ്റോൺ ഏജ്, അവിടെ 3 സെക്ഷൻസ് ഉണ്ട്. അതായത് പ്രാചീന ശിലായുഗമുണ്ട്, മധ്യശിലായുഗം, ദെൻ നവീന ശിലായുഗം. അതിനുശേഷമാണ് ലോഹയുഗം, അത് മെറ്റൽ ഏജ് ആണ്. അവിടെയും വെങ്കലയുഗവും ഉണ്ട്, ഇരുമ്പ് യുഗവും ഉണ്ട്. അപ്പോൾ ഇതിലെല്ലാം ഓരോരോ സ്റ്റോൺ ഏജ് ആയിക്കോട്ടെ മെറ്റൽ ഏജ്, ഇതിൽ ഓരോന്നിൻ്റെയും പ്രത്യേകതകളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ മനസ്സിലാക്കണം. അപ്പോൾ ശിലായുഗം എന്ന് പറയുമ്പോൾ അവിടെ പ്രാചീന ശിലായുഗമുണ്ട്, ശിലായുഗമുണ്ട്, നവീന ശിലായുഗമുണ്ട്. അതുപോലെ തന്നെ ലോഹയുഗം എന്ന് പറയുമ്പോൾ അവിടെ വെങ്കലയുഗം, അതുപോലെ തന്നെ ഇരുമ്പ് യുഗം. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കാം, ഫസ്റ്റ് ശിലായുഗം, സ്റ്റോൺ ഏജ്, ആ പേര് പോലെ തന്നെ അല്ലേ. അപ്പോൾ സ്റ്റോൺസ് അല്ല, കല്ല് ഉപയോഗിച്ച ആ ഒരു കാലഘട്ടമാണ്. നോക്ക്, മാനവചരിത്രത്തിൻ്റെ ആദ്യഘട്ടത്തെ ശിലായുഗമെന്ന് വിളിച്ചത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അക്കാലത്ത് മനുഷ്യർ ഉപകരണങ്ങളും ആയുധങ്ങളും പ്രധാനമായി നിർമ്മിച്ചിരുന്നത് കല്ല് കൊണ്ടാണ്. അതിനാൽ ചരിത്രകാരർ ആദ്യഘട്ടത്തെ ശിലായുഗമെന്ന് വിശേഷിപ്പിക്കുന്നു. ആ പേര് പോലെ തന്നെ അല്ലേ, കല്ലാണ് അവർ ആദ്യമായിട്ട് യൂസ് ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ ആയുധങ്ങളും ഉപകരണങ്ങളെല്ലാം നിർമ്മിച്ചിരുന്നത് കല്ല് കൊണ്ടാണ്. അതുകൊണ്ടാണ് ചരിത്രകാർ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഘട്ടത്തെ ശിലായുഗം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ കല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണ രീതിയെ അടിസ്ഥാനമാക്കി ശിലായുഗത്തെ പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം എന്നിങ്ങനെ 3 തിരിക്കുന്നു. അപ്പോൾ നമ്മൾ കല്ലാണെന്ന് പറഞ്ഞു. എന്നിരുന്നാലും കല്ല് കൊണ്ടുള്ള ഉപകരണങ്ങളുടെ ആ ഒരു നിർമ്മാണ രീതി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നീട് ഈ ശിലായുഗത്തിന് എന്താകുന്നത്, പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം എന്നിങ്ങനെ 3 ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കാം. പ്രാചീന ശിലായുഗം, പാലിയോളിത്തിക് ഏജ്, പരുക്കൻ ശില ഉപകരണങ്ങളാണ് പ്രാചീന ശിലായുഗ കാലഘട്ടത്തിലെ ഉപകരണങ്ങളുടെ പ്രധാന സവിശേഷത. അപ്പോൾ ഈ പാലിയോളിത്തിക് ഏജ് അല്ലെങ്കിൽ പ്രാചീന ശിലായുഗത്തിൻ്റെ പ്രത്യേകത എന്താണ്, പരുക്കൻ ശിലാ ഉപകരണങ്ങളാണ് കേട്ടോ. ദെൻ പാലിയോസ്, അത് പ്രാചീനം, ലിത്തോസ് ശില എന്നീ 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് പാലിയോളിത്തിക് എന്ന പദം രൂപം കൊണ്ട്. അപ്പോൾ ഗ്രീക്ക് വേർഡ് നമ്മൾ പ്രത്യേകം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ദെൻ ആദിമ മനുഷ്യരുടെ ജീവനോപാധികളുമായി ബന്ധമുള്ളതാണ് ഉപകരണങ്ങളുടെ നിർമ്മാണം. ഉപകരണങ്ങളുടെ ഉപയോഗത്തിൽ 3 പ്രധാന ഘട്ടങ്ങൾ ഉണ്ടായിരുന്നതായി പുരാവസ്തു ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഇവരുടെ ഉപകരണങ്ങളുടെ ആ ഒരു യൂസ് ചെയ്യുമല്ലോ, അപ്പോൾ ആ ഉപയോഗത്തിൽ തന്നെ 3 പ്രധാന സ്റ്റേജസ് ഉണ്ട് എന്നാണ് പുരാവസ്തു ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഏതൊക്കെ സ്റ്റേജസ് ആണ് നമുക്ക് നോക്കാം. പ്രയോജനപ്പെടുത്തൽ, യൂട്ടിലൈസേഷൻ, അപ്പോൾ ലഭ്യമായ കല്ലുകളെ രൂപമാറ്റം വരുത്താതെ തന്നെ ഉപയോഗിക്കുന്ന രീതി. അപ്പോൾ ഒരു കല്ല് കിട്ടിക്കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ, അതിന് പ്രത്യേകിച്ച് രൂപമാറ്റം വരുത്താതെ ഉപയോഗിക്കുന്ന രീതിയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തൽ, യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ രൂപമാറ്റം വരുത്തൽ, അത് ഫാഷനിങ്, കുറച്ച് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ കൊണ്ടുവരിക അല്ല. ലഭ്യമായ കല്ലുകളെ ആവശ്യാനുസരണം രൂപമാറ്റം വരുത്തി ഉപയോഗിക്കുന്ന രീതിയാണ് ഫാഷനിങ് അല്ലെങ്കിൽ രൂപമാറ്റം വരുത്തൽ എന്ന് പറയുന്നത്. ദെൻ ക്രമവൽക്കരണം, സ്റ്റാൻഡേർഡൈസേഷൻ, ഓരോ ആവശ്യത്തിനും പ്രത്യേകതരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ ആവശ്യത്തിനും ഓരോരോ ഉപകരണങ്ങൾ വേണം അല്ലേ. അതുകൊണ്ട് തന്നെ ഓരോരോ ആവശ്യത്തിനും പ്രത്യേകതരം ഉപകരണം നിർമ്മിക്കുന്ന രീതിയാണ് നമ്മൾ ക്രമവൽക്കരണം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 3 കാര്യങ്ങൾ മനസ്സിലായല്ലോ. പ്രയോജനപ്പെടും ജസ്റ്റ് അതുപോലെ തന്നെ യൂസ് ചെയ്യുക. രൂപമാറ്റം വരുത്തുന്ന ആ പേര് പോലെ തന്നെ കുറച്ച് മാറ്റങ്ങൾ വരുത്തുക. ലഭ്യമായ കല്ലുകൾ ആവശ്യാനുസരണം രൂപമാറ്റം വരുത്തി ഉപയോഗിക്കുന്ന രീതിയാണ് ക്രമവൽക്കരണം എന്ന് പറയുമ്പോൾ ഓരോ ആവശ്യത്തിനും പ്രത്യേകതരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതി. ഓക്കെ ആണല്ലോ. ഇത് നോക്കുക, പ്രാചീന ശിലായുഗത്തിലെ വിവിധ ഘട്ടങ്ങളിൽ ആദിമ മനുഷ്യർ ഉപയോഗിച്ച വ്യത്യസ്ത ഉപകരണങ്ങളുടെ ചിത്രങ്ങളാണ് ചുവടെ തന്നിരിക്കുന്നത്. അവ നിരീക്ഷിച്ച് ഈ ഉപകരണങ്ങളുടെ സവിശേഷതകൾ പട്ടികപ്പെടുത്തുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു പിക്ചേഴ്സ് ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കി വെച്ചേക്കാം കേട്ടോ.
അത് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നോക്കൂ, ഉരുളൻ കല്ലുപകരണങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്, ദ്വിമുഖ മാതൃശില ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, ദെൻ കൽച്ചീൽ ഉപകരണങ്ങൾ. അപ്പോൾ ഇങ്ങനെ 3 ടൈപ്സ് ടൂൾസാണ് ഇവിടെ കാണിക്കുന്നത്. അതിൽ മാതൃശിലകളും കൽച്ചീലുകളും, അത് കോർ ആൻഡ് ഫ്ലേക്സ് എന്ന് പറഞ്ഞ കുറിച്ച് എന്താണ് ജസ്റ്റ് ഒന്ന് നമ്മുടെ ടെക്സ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ജസ്റ്റ് വലിയ കാര്യമൊന്നുമില്ല, സിമ്പിളാണ് കേട്ടോ. ഒരു കഷ്ണം കല്ലിന് 2 അതിലധികമോ കഷ്ണങ്ങളായി പൊട്ടിക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ കഷ്ണത്തെ മാതൃശില കോർ എന്നും ചെറിയ കഷ്ണങ്ങളെ കൽച്ചീലുകൾ എന്നും ഫ്ലേക്സ് എന്നും വിളിക്കുന്നു. അപ്പം നമ്മളൊരു കഷ്ണം കല്ലിന് നമുക്ക് കട്ട് ചെയ്യണം, അത് അതിന് കഷ്ണങ്ങളായിട്ട് പൊട്ടിക്കുകയാണെങ്കിൽ, കട്ട് ചെയ്യുക മീൻസ് പൊട്ടിക്കുക എന്ന് ഉദ്ദേശിച്ചു കേട്ടോ. പൊട്ടിക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരു വലിയൊരു സംഭവം ഉണ്ടാവും, അതിനുശേഷം ചെറിയൊരു കുഞ്ഞു സാധനം ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ ഏറ്റവും വലിയ കഷ്ണത്തെ എന്ത് പറയുന്നു? മാതൃശില കോർ എന്നും, അതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളെ എന്ത് പറയുന്നു? കൽച്ചീലുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ മാതൃശില കൊണ്ട് നിർമ്മിക്കുന്നവയെ മാതൃശില ഉപകരണങ്ങൾ. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ വലിയ അല്ലേ, ആ വലിയ സംഭവങ്ങൾ അല്ലെങ്കിൽ മാതൃശില കൊണ്ട് നിർമ്മിക്കുന്നവയെ നമ്മൾ എന്ത് പറയുന്നു? മാതൃശില ഉപകരണങ്ങൾ എന്നും, അതേപോലെ തന്നെ കൽച്ചീലുകൾ കൊണ്ട് നിർമ്മിക്കുന്നവയെ നമ്മൾ എന്ത് വിളിക്കുന്നു? കൽച്ചീൽ ഉപകരണങ്ങൾ എന്ന് വിളിക്കുന്നു. അത്രേ ഉള്ളൂ കേട്ടോ, വലിയ സംഭവമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കാണിക്കുന്നുണ്ട്. വെട്ടിമുറിക്കാനുള്ള കല്ലുപകരണങ്ങൾ, ബ്ലേഡ് സാങ്കേതിക രീതിയിൽ നിർമ്മിച്ച ശിലാപകരണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നോക്കി, ഇനി പ്രാചീന ശിലായുഗത്തിൽ അവസാന ഘട്ടത്തിൽ ശിലകൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങൾക്ക് പുറമെ അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങൾ മനുഷ്യർ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു പ്രാചീന ശിലായുഗത്തിൻ്റെ അവസാനമൊക്കെ ആകുമ്പോഴേക്കും എന്താണ്? ശിലകൾ കൊണ്ട് മാത്രമല്ല, പകരം കുറച്ച് അസ്ഥികളൊക്കെ കൊണ്ടും നിർമ്മിച്ച ഉപകരണങ്ങൾ മനുഷ്യർ ഉപയോഗിച്ചിരുന്നു എന്നുള്ള സംഭവമാണ്. അതിൻ്റെ തെളിവൊക്കെയാണ് ഇവിടെ പിക്ചേഴ്സായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചർ ശ്രദ്ധിക്കുക. ഈ ഒരു പിക്ചറിൽ നിങ്ങൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംഭവങ്ങളുടെ ഒക്കെ ഏതൊക്കെ സ്ഥലങ്ങൾ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം കേട്ടോ. നോക്കൂ, ഷോവേ ഫ്രാൻസ്, ലാസ്കോ ഫ്രാൻസ്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ അടുത്തതിൽ പറയുന്നുണ്ട്. ആനക്കൊമ്പിൽ നിർമ്മിച്ച ശില്പം സറൈസ്ക് റഷ്യയിലാണ്. ക്യുസാക്ക്, അതും ഫ്രാൻസ്, ക്യുസാക്ക് ഗുഹയിലെ കോറിയിട്ട ചിത്രങ്ങളാണ്. ദെൻ സ്പെയിനിലെ ലാഗർമ ഗുഹയിൽ നിന്നും കണ്ടെത്തിയ അസ്ഥികളിലെ കൊത്തുപണികൾ. അപ്പോൾ നോക്കൂ, പ്രാചീന മനുഷ്യരുടെ കലാസൃഷ്ടികളുടെ ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഈ ചിത്രങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നു? ലളിതമായ ഒഴുക്കൻ വരകൾ, കോറിയിട്ട ചിത്രങ്ങൾ, ശില്പങ്ങൾ തുടങ്ങിയ വിവിധ മാർഗ്ഗങ്ങൾ പ്രാചീന ശിലായുഗ അവസാന ഘട്ടത്തിൽ ആശയവിനിമയത്തിന് ഉപയോഗിച്ചിരുന്നു. ഈ ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക, അത് ഉപയോഗിച്ചതായിട്ടാണ് ഈ ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. മൃഗങ്ങളുടെ ചിത്രീകരണം നോക്കുക, നമുക്ക് ഈ പിക്ചർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് മൃഗങ്ങളുടെ ചിത്രീകരണം, അതായത് ഷോവേ ലാസ്കോ ഗുഹകളിൽ നിന്നെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഷോവേ ലാസ്കോ പറയുന്ന ഗുഹകളിലൊക്കെ മൃഗങ്ങളുടെ ചിത്രീകരണം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഷോവേ ഈ ലാസ്കോ എന്ന് പറയുന്നതൊക്കെ എവിടെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഷോഹെ അല്ലെങ്കിൽ ലാസ്കോ ഗുഹകൾ എവിടെയാണ്? ഫ്രാൻസിലാണ് കേട്ടോ. അതാണ് നിങ്ങളിവിടെ മെയിനായിട്ട് പഠിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, മൃഗങ്ങളുടെ ചിത്രീകരണം ഷോവേ ലാസ്കോ ഗുഹകൾ എവിടെയാണ്? ഫ്രാൻസിലാണ് അല്ലേ. ദെൻ മൃഗത്തിൻ്റെയും സ്ത്രീയുടെയും കോറിയിട്ട രൂപം, അതായത് ക്യുസാക്ക് ഗുഹ. ദെൻ ക്യുസാക്ക് ഗുഹയിൽ എന്താണ് കാണപ്പെട്ടത്? അപ്പോൾ നോക്കുക, ക്യുസാക്ക് ഗുഹ എവിടെയാണ്? ക്യുസാക്ക് ഫ്രാൻസിലാണ്. അപ്പോൾ അവിടെയും പിക്ചേഴ്സ് കണ്ടിട്ടുണ്ട്. ദെൻ വീനസ് പ്രതിമ സറൈസ്ക് റഷ്യ. വീനസ് പ്രതിമ എവിടെയാണ്? നോക്കൂ, ആനക്കൊമ്പിൽ നിർമ്മിച്ച ശില്പം സറൈസ്ക് റഷ്യയിലാണ് അല്ലേ. ദെൻ എന്നിവ അനുഷ്ഠാനവുമായോ അല്ലെങ്കിൽ വിശ്വാസവുമായോ ബന്ധമുള്ളതായി പുരാവസ്തു ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. സ്പെയിനിലെ ലാഗർമ ഗുഹയിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികളിലെ കൊത്തുപണികൾ അക്കാലത്തെ മനുഷ്യരുടെ കലാ വൈദഗ്ധ്യത്തിന് തെളിവാണ്. അപ്പോൾ നോക്കൂ, ഇപ്പോൾ സ്പെയിനിലെ ലാഗർമ ഗുഹ, അപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ലാഗർമ ഗുഹ എവിടെയാണ്? സ്പെയിനിലാണ്. സ്പെയിനിലാണ് ലാഗർമ ഗുഹ. അപ്പോൾ ഈ ഒരു ഗുഹകൾ എവിടേക്കാന്നുള്ള കാര്യം ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യുക, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. അവിടെ കണ്ടെത്തിയത് അസ്ഥികളിലെ കൊത്തുപണികൾക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത് കേട്ടോ. ഇത് നോക്കൂ, ഗുഹാചിത്രങ്ങൾ വരയ്ക്കുന്നത് വിവിധതരം നിറങ്ങൾ ഉപയോഗിച്ചിരുന്നു. ചെടികൾ, മരത്തിൻ്റെ തോല്, കായ്കൾ എന്നിവ അരച്ച് ചെങ്കൽ പൊടി ചേർത്താണ് നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. സൂര്യപ്രകാശം എത്താൻ കഴിയാത്ത ഗുഹയുടെ ഉൾഭിത്തികളിലാണ് ചിത്രങ്ങൾ വരച്ചിരുന്നത്. കൽസൂചികളും അതുപോലെ തന്നെ മുനയുള്ള ആയുധങ്ങളും ഉപയോഗിച്ചാണ് ഇത്തരം ചിത്രങ്ങൾ അവർ വരച്ചിരുന്നത്. ഗുഹകളിലെ മേൽഭിത്തികളിലും ചിത്രങ്ങൾ വരച്ചിരുന്നതായിട്ട് കാണാൻ കഴിയും. പ്രാചീന മനുഷ്യർ ആർജിച്ച വൈജ്ഞാനിക വികാസത്തിൻ്റെയും സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെയും തെളിവായി ഇത്തരം ചിത്രങ്ങളും ശില്പങ്ങളും കണക്കാക്കപ്പെടുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ പ്രാചീന ശിലായുഗത്തിൻ്റെ
ഇത്രയും കാര്യം പറഞ്ഞ ഒരു സമ്മപ്പ് പോലെ കുറച്ച് കാര്യം ശ്രദ്ധിക്കുക. അതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ട് താഴെ തന്നവിൽ പ്രാചീന ശിലായുഗത്തിൻ്റെ പ്രത്യേകത അല്ലാത്തത് ഏത് സ്റ്റേറ്റ്മെൻറ്റ് എന്നിങ്ങനെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കാം നമുക്ക്. പ്രാചീന ശിലായുഗം എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ? പരുക്കൻ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലും വസിച്ചിരുന്നു അല്ലേ? അവിടെ ജനങ്ങൾ ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലും വസിച്ചിരുന്നു. വേട്ടയാട്, ശേഖരണം എന്നിവയായിരുന്നു ഉപജീവന മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. അവിടുത്തെ ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് വേട്ടയാടും ശേഖരണവുമാണ്. ബാണ്ടുകൾ അല്ലെങ്കിൽ പറ്റങ്ങൾ ആയിരുന്നു സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം. അപ്പോൾ ഈ ബാണ്ടുകൾ എന്ന് പറയുമ്പോൾ 100 താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറു സമൂഹങ്ങളിലെയാണ് നമ്മൾ ബാണ്ടുകൾ അല്ലെങ്കിൽ പറ്റങ്ങൾ എന്ന് പറയുന്നത്. രക്തബന്ധമാണ് ബാണ്ടിലെ അംഗങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ രക്തബന്ധങ്ങളാണ് ഇവരെ പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 100 താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറു സമൂഹങ്ങളാണ് ഈ ബാണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാണ്ടുകൾ അല്ലെങ്കിൽ പറ്റങ്ങളായിരുന്നു സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. ഇനി പുരുഷന്മാർ വേട്ടയാടലിലും സ്ത്രീകൾ ശേഖരണത്തിലും ഏർപ്പെട്ടിരുന്നു. അപ്പോൾ ഇവരെ മെയിൻ പണി എന്താണ്? നമ്മൾ പറഞ്ഞു വേട്ടയാടലും ശേഖരണമാണ്. അപ്പോൾ പുരുഷന്മാർ എന്ത് ചെയ്യും? വേട്ടയാടാൻ പോകും. സ്ത്രീകൾ ശേഖരവുമായിട്ടാണ് ഏർപ്പെട്ടിരുന്നത്. ഭക്ഷണം സംഭരിച്ച് വെച്ചിരുന്നില്ല. എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല? ഭക്ഷണം അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല? സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ പിന്നീട് വരുന്നത് കേട്ടോ. നാടോടി ജീവിതമാണ് നിലനിന്നിരുന്നത്. അവരെന്ത് ജീവിത രീതി എന്ന് പറയുന്നത് ഒരു നാടോടി ജീവിതമാണ് അല്ലേ? ഒരു സ്ഥിരമായ ഒരു സ്ഥലത്തല്ല ഒരു താമസ രീതി അല്ലായിരുന്നു അല്ലേ? അത് നാടോടി ജീവിതമാണ് നിലനിന്നിരുന്നത്. അപ്പോൾ ഈ ഒരു ഫീച്ചേഴ്സ്, ഇതിൻ്റെ ഒരു പ്രാചീന ശിലായുഗത്തിൻ്റെ ഫീച്ചേഴ്സാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഇനി അടുത്തത് നോക്കാം. മധ്യശിലായുഗം, മിസോലിത്തിക് ഏജ് എന്താണെന്ന് നോക്കാം. പ്രാചീന ശിലായുഗത്തിൽ നിന്നും നവീന ശിലായുഗത്തിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ ഘട്ടമാണ് മധ്യശിലായുഗം. അതൊരു മെസോസ് മദ്യം, ലിത്തോസ് അത് ശില എന്നീ 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് മെസോലിത്തിക് എന്ന പദം ഉടലെടുത്തത്. അപ്പം താഴെ കുറച്ച് ഇവിടെ ഒരു പിക്ചേഴ്സ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. മുമ്പത്തെ പോലെയല്ല, ഇവിടെ കുറച്ചും കൂടി ആ ഒരു ചിത്രങ്ങളിൽ നമുക്ക് നോക്കാം. പ്രാചീന ശിലായുഗത്തിൽ ഉപകരണങ്ങളുടെ ചിത്രത്തിൽ കാണുന്ന മധ്യശിലായുഗത്തിലെ ഉപകരണങ്ങളുമുള്ള വ്യത്യാസം നമുക്ക് പരിശോധിക്കാം. പ്രാചീന ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്നവയേക്കാൾ ചെറിയ ഉപകരണങ്ങളാണ് ഇവ. കുറച്ചും കൂടി സൈസ് നോക്കി ചെറിയ ഉപകരണങ്ങളായിരുന്നു അല്ലേ? അപ്പോൾ മൈക്രോലിത്സ് അഥവാ സൂക്ഷ്മ ശിലകൾ എന്ന് വിളിക്കുന്ന കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലമാണിത്. അപ്പോൾ വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് മൈക്രോലിത്സ് അല്ലെങ്കിൽ മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മശിലകൾ എന്ന് വിളിക്കുന്ന കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടം ഏതാണ്? മധ്യശിലായുഗം, മിസോളിത്തിക് ഏജ് ആണ്. അപ്പോൾ നോക്കൂ, ആദിമ മനുഷ്യരുടെ ആശയവിനിമയത്തിൻ്റെ വികാസം പ്രാചീന ശിലായുഗത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ ഒന്നാണ് മുമ്പ് സൂചിപ്പിച്ചിരുന്നുവല്ലോ. എന്നാൽ ഇന്ത്യയിൽ പ്രധാനമായും ഈ വികാസം നമുക്ക് കാണാൻ കഴിയുന്നത് മധ്യശിലായുഗത്തിലാണ്. മധ്യപ്രദേശിലെ ഭീംബെട്ക, ഇതൊക്കെ നമുക്ക് കേട്ടിട്ടിനും മറ്റു എക്സാംസിനൊക്കെ എന്നും ചോദിക്കുന്നത്. ഭീംബെട്ക എവിടെയാണ്? മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലെ ഭീംബെട്ക, ദെൻ ലഗ്ജാവോർ, കഥോട്ടിയ എന്നീ ഗുഹാകേന്ദ്രങ്ങളിലെ കലാസൃഷ്ടികൾ ആദിമ മനുഷ്യൻ്റെ ജീവിത രീതികളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ പഠിക്കുന്നത് ഈ 3 പോയിൻറ്റ്സ് ആണ് കേട്ടോ. ഭീംബെട്ക, ലഗ്ജാവോർ, കഥോട്ടിയ എന്നീ ഗുഹാകേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. അപ്പോൾ എന്തിന് തെളിവാണ്? മിസോളിത്തിക് ഏജ് മധ്യശിലായുഗത്തിൻ്റെയാണ് അല്ലേ? അപ്പോൾ ഈ ഒരു പോയിൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഭീംബെട്കയും ലഗ്ജാവോറിൻ്റെയും അതുപോലെ തന്നെ കഥോട്ടിയുടെയും പിക്ചേഴ്സ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഈ ചിത്രത്തിൽ നിന്ന് മധ്യശിലായുഗത്തിലെ മനുഷ്യരുടെ ജീവിത രീതികളെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ കാലഘട്ടത്തിൻ്റെ സവിശേഷതകൾ, അത് ഈ പറഞ്ഞ പോലെ മധ്യശിലായുഗത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൈക്രോലിത്തുകൾ അഥവാ ശിലായുധങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരുന്നത്. വേട്ടയാടലും ശേഖരണത്തിന് പുറമേ മീൻപിടുത്തവും ഉപജീവന മാർഗ്ഗമായി. അപ്പോൾ നമ്മൾ മുമ്പത്തേതിൽ വേട്ടയാടലും ശേഖരണം മാത്രമേ ഉണ്ടായിരുന്നു. ഇവിടെ ആകുമ്പോൾ എന്തായി? മീൻപിടുത്തവും ഇവരുടെ ഒരു ജീവിത മാർഗ്ഗമായിട്ട് മാറുവാണ്. മൃഗങ്ങളെ ഇണക്കി വളർത്തലിൻ്റെ സൂചനകൾ കാണപ്പെടും. ജസ്റ്റ് നമുക്ക് സൂചനകളാണ്. മൃഗങ്ങളെ ഇണക്കി വളർത്തലിൻ്റെ സൂചനകൾ പറയുന്നുണ്ട്. ദെൻ വിനോദങ്ങൾ പറയുന്നുണ്ട്. ലിംഗാടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനം. അപ്പോൾ സ്ത്രീകൾക്ക് ഇങ്ങനെ പുരുഷന്മാർക്ക് ഇങ്ങനെ എന്ന രീതിയിലുള്ള ഒരു തൊഴിൽ വിഭജനം ഇവിടെ കണ്ടതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് എന്താ മധ്യശിലായുഗത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി മധ്യശിലായുഗ കേന്ദ്രങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയാണ് മിക്കവാറും നമ്മൾ എക്സാമിന്
ചോദിക്കുന്നത്. സ്ഥലങ്ങളുടെ പേര് എവിടെയാണെന്ന രീതിയിൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ സ്റ്റാർക്കാർ ഇംഗ്ലണ്ടിലാണ്, ഫാഹിയാൻ ഗുഹ ശ്രീലങ്ക, സരൈ നെഹർ റായ് അതായത് ഇന്ത്യ ഉത്തർപ്രദേശിലാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നോക്കാം സ്റ്റാർക്കാർ എന്താണെന്ന് നോക്കാം. യൂറോപ്പിലെ മധ്യശിലായുഗ കേന്ദ്രമാണ്. വടക്കൻ കിഴക്കൻ ഇംഗ്ലണ്ടിൽ കണ്ടെത്തിയ മധ്യശിലായുഗത്തിലെ ഒരു തുറസായ അധിവാസ കേന്ദ്രമാണിത്. ജൈവ അവശിഷ്ടങ്ങളുടെ സാന്നിധ്യമാണ് ഈ കേന്ദ്രത്തിൻ്റെ പ്രധാന സവിശേഷത. അപ്പോൾ നമുക്ക് സ്റ്റാർക്കാരുടെ ഒരു പ്രത്യേകതയാണ് ജൈവ അവശിഷ്ടങ്ങളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ശിലകൾ കൊണ്ടും അസ്ഥികൾ കൊണ്ടും നിർമ്മിച്ച ഉപകരണങ്ങൾ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ ശിലകൾ കൊണ്ടും മാത്രമല്ല, ശിലകൾ കൊണ്ടും അസ്ഥികൾ കൊണ്ടുള്ള ഉപകരണങ്ങളെല്ലാം ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യകാല മരപ്പണികളുടെ തെളിവുകളും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ആദിമ മനുഷ്യർ ഈ പ്രദേശത്തെ താൽക്കാലിക വാസസ്ഥലമായി ഉപയോഗിച്ചിരുന്നുവെന്നും കരുതപ്പെടുന്നു. അപ്പോൾ ആദിമ മനുഷ്യർ താൽക്കാലികമായിട്ട് ഒരു ടെമ്പററി ആയിട്ട് ഒരു വാസസ്ഥലമായിട്ടും കൂടി ഉപയോഗിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ ഇത് നോക്ക്, ഇതൊരു കാര്യം മെയിൻ ഓർത്താൽ മതി. സ്റ്റാർക്കാർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സ്റ്റാർക്കാർ എവിടെയാണ്? ഇംഗ്ലണ്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട മധ്യശിലായുഗ കേന്ദ്രമാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്താലും മതി. അതാണ് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നോക്കും, സരൈ നെഹർ റായ് ഇന്ത്യയിലെ ഒരു മധ്യശില യുഗ കേന്ദ്രം ആണ്. നോക്കാം, ഉത്തർപ്രദേശിലെ പ്രതാപ് നഗർ ജില്ലയിൽ ഓക്സ്ബോ തടാകക്കരയിലാണ് സരൈ നെഹർ റായ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ പോയിൻ്റൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉത്തർപ്രദേശിലെ പ്രതാപ് നഗർ ജില്ലയിൽ ഓക്സ്ബോ തടാകക്കരയിലാണ് ഈ പറഞ്ഞ പോലെ സരൈ നെഹർ റായ് സ്ഥിതി ചെയ്യുന്നത്. മധ്യശിലായുഗത്തിൻ്റെ പ്രധാന സവിശേഷതയായ മൈക്രോലിത്തുകൾ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ മൈക്രോലിത്തുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ലഭിച്ച ഉയരമുള്ള മനുഷ്യരുടെ അസ്ഥികൾ വളരെ പ്രധാനപ്പെട്ട പുരാവസ്തു തെളിവാണ്. ഇതിൽ പുരുഷന്മാരുടെ ഉയരം നോക്കൂ 180 സെൻറ്റിമീറ്ററും സ്ത്രീകളുടെ ഉയരം 170 സെൻറ്റിമീറ്ററുമാണ്. വേട്ടയാടലിന് അമ്പും വില്ലും ഉപയോഗിച്ചിരുന്നതായിട്ട് കരുതുന്നു. വിത്തുകൾ ശേഖരിക്കുകയും സംഭരിക്കുകയും ചെയ്തിരുന്നതായി മൃഗത്തോലുകൾ വസ്ത്രങ്ങളായി ഉപയോഗിച്ചിരുന്നതുമായി തെളിവുണ്ട്. ഓക്കെ ആണല്ലോ? ഇത്രയും പോയിന്റ്സ് കിട്ടിയല്ലോ അല്ലേ? ഇനി അടുത്തത് നമ്മൾ എക്സ്ട്രാ ഒരു ഫാക്ടർ, നമ്മൾ ഈ 3 കേന്ദ്രങ്ങൾ പറഞ്ഞ സമയത്ത് ഇവിടെ നമ്മളിപ്പോൾ സ്റ്റാർക്കാറിനെ കുറിച്ചും പറഞ്ഞു, സരൈ നെഹർ റായിനെ കുറിച്ചും പറഞ്ഞപ്പോൾ നമ്മുടെ ഈ ഫാഹിയാൻ ഗുഹനെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല. സോ ജസ്റ്റ് 1-2 വാക്ക് കേട്ടോ. ഫാഹിയാൻ ഗുഹ നിങ്ങളുടെ മനസ്സിലൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ഫാഹിയാൻ കേവ് അല്ലെങ്കിൽ ഫാക്സിയാൻ കേവ് എന്നൊക്കെ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ പാഹിയങ്കാല കേവ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, വിളിക്കാറുണ്ട് കേട്ടോ ഒരു സ്ഥലത്തിന്. അപ്പോൾ ശ്രീലങ്കയിലാണിത് കാണുന്നത്. ശ്രീലങ്കയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പേര്, ഇത് ഫാഹിയൻ അല്ലെങ്കിൽ ഫാക്സിയാൻ കേവ് എന്നൊക്കെ പറയാൻ കാരണം അവിടെ ഒരു ബുദ്ധിസ്റ്റ് മോങ്കായ ഫാക്സിയാൻ അവിടെ ആ ഒരു കേവിൽ താമസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഹവർ പ്രത്യേകിച്ച് ഇങ്ങനെ താമസിക്കുന്ന പ്രത്യേക തെളിവൊന്നുമില്ല, പക്ഷേ ബുദ്ധിസ്റ്റ് മോങ്ക അവിടെ ആ കേവിൽ ഉണ്ടായിരുന്നതായിട്ട് പറയുന്നുണ്ട്. ദെൻ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ ഹ്യൂമൻ ഫോസിലിൻ്റെ സ്കെൽറ്റൽസ് കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കേവിൽ ഹ്യൂമൻ ഫോസിലിൻ്റെ മനുഷ്യൻ്റെ ഫോസിലിൻ്റെ സ്കെൽറ്റലെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അത് മാത്രമല്ല ഇതൊരു ലാർജസ്റ്റ് നാച്ചുറൽ സ്റ്റോൺ കേവ് ഇൻ സൗത്ത് ഏഷ്യയിൽ കാണുന്ന ഒരു ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ സ്റ്റോൺ കേവും കൂടിയാണ്. ഒരേ സമയം 3500 ജനങ്ങൾക്ക് ഇവിടെ, അല്ലെങ്കിൽ 3500 പേർക്ക് ഇവിടെ സെയിം ടൈമിൽ സ്റ്റേ ചെയ്യാൻ പറ്റും, താമസിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും വലിയൊരു കേവാണ് കേട്ടോ. ഇത് ജസ്റ്റ് നിങ്ങൾ ഓർക്കാൻ വേണ്ടി മാത്രമാണ്. ഇപ്പോൾ ഫാഹിയൻ അല്ലെങ്കിൽ ഫാക്സിയൻ അല്ലെങ്കിൽ പാഹിയങ്കാല കേവ് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ശ്രീലങ്കയിലാണ്. അപ്പോൾ ഇത്രയും പോയിന്റ് ഒന്ന് ഓർക്കുക കേട്ടോ. കിട്ടിയല്ലോ അല്ലേ? ഇനി അടുത്തത് നോക്കാം. ഇനി നവീന ശിലായുഗം, നിയോളിത്തിക് ഏജ് നോക്കാം. മനുഷ്യജീവിതത്തിൽ സമൂലമായ മാറ്റത്തിന് തുടക്കം കുറിച്ച കാലമാണിത്. നിയോസ് നവീനം, ലിത്തോസ് ശില എന്നീ പദങ്ങളിൽ നിന്നുമാണ് നിയോളിത്തിക് എന്ന പദം രൂപം കൊണ്ടത്. മാൻ മേക്സ് ഹിംസെൽഫ്, അതായത് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്ന ഗ്രന്ഥത്തിൽ ഗോർഡൻ ചൈൽഡ് മനുഷ്യജീവിതത്തെ മാറ്റിമറിച്ച നവീന ശിലായുഗത്തിലെ 2 സുപ്രധാന മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെയാണ്. അപ്പോൾ ഇതിലൊരു കാര്യം, ഈ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മാൻ മേക്സ് ഹിംസെൽഫ് എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഗോർഡൻ ചൈൽഡ് ആണ് കേട്ടോ. അപ്പോൾ അത് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്ന അതിൻ്റെ മലയാളം കേട്ടോ. മാൻ മേക്സ് ഹിംസെൽഫ് എന്ന് പറഞ്ഞ ഗ്രന്ഥം ആരുടേതാണ്? ഗോർഡൻ ചൈൽഡിൻ്റെ ആണ് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഈ ഒരു പേര് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം കേട്ടോ. അപ്പോൾ ഇതിലൊരു പാരഗ്രാഫ് തരുന്നത് ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു പോകാം കേട്ടോ.
മനുഷ്യ സമ്പത്ത് വ്യവസ്ഥയെ ആകെ മാറ്റിമറിച്ച ആദ്യ വിപ്ലവം. മനുഷ്യന് തൻ്റെ ഭക്ഷ്യലഭ്യതയിന്മേൽ നിയന്ത്രണം നേടിക്കൊടുത്തു. ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷങ്ങളും തിരഞ്ഞെടുത്തു നടാനും കൃഷി ചെയ്യാനും മെച്ചപ്പെടുത്തുവാനും തുടങ്ങി. തനിക്ക് നൽകാൻ സാധിക്കുന്ന കന്നുകാലി തീറ്റയുടെയും കൊടുക്കാൻ കഴിയുന്ന സംരക്ഷണത്തിൻ്റെയും ചെലുത്താവുന്ന ദീർഘദൃഷ്ടിയുടെയും ഫലമായി പ്രത്യേക മൃഗങ്ങളെ മാത്രം മെരുക്കിയെടുത്തു. ഇണക്കി നിർത്തുന്നതിൽ മനുഷ്യർ വിജയിച്ചു. മേപ്പറഞ്ഞ രണ്ട് കാര്യങ്ങളും പരസ്പരം ഇടചേർന്നിരിക്കുന്നു. അപ്പോൾ ഇതിൽ പറയുന്നത് മെയിനായിട്ട് കൃഷിയുടെ ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ദെൻ അവർ അതായത് കൃഷി ചെയ്തു എന്നുള്ള കാര്യമാണ് ഒരു രീതിയിൽ ഇൻഡയറക്റ്റായിട്ട് പറയുന്നത്. കൂടെ തന്നെ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ ഉള്ള അവർ കഴിവുണ്ടായി എന്ന രീതിയിലും കൂടി പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നോക്കാം, ചുറ്റുപാടുകളുമായ മനുഷ്യൻ്റെ ഇടപെടലിൽ വന്ന മാറ്റമാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത്. നവീന ശിലായുഗത്തിൽ പുതിയ ഉപജീവന രീതിക്ക് മനുഷ്യർ തുടക്കം കുറിച്ചു. അപ്പോൾ പുതിയൊരു ഉപജീവന രീതിയൊക്കെ വരികയാണ്. അത് എന്താണ് മെയിനായിട്ട് പറഞ്ഞത്? ഈ രണ്ട് കാര്യം തന്നെ, മൃഗങ്ങളെ ഇണക്കി വളർത്തലും അത് കൃഷിയുടെ ആരംഭവും കേട്ടോ. മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങിയതും കൃഷിയുടെ ആരംഭം എല്ലാം ഈ പറഞ്ഞ പോലെ എവിടെയാണ്? നവീന ശിലായുഗത്തിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു മാപ്പാണ് ഇനി കാണിക്കുന്നത് കേട്ടോ. ഒരു മാപ്പിൽ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ കുത്തുകുത്ത പോലെ കാണിക്കുന്നുണ്ടല്ലോ. ഈ ഒരു സംഭവം നോക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഇവിടെ ഭൂപടം നിരീക്ഷിക്കുക. ചന്ദ്രക്കലയുടെ ആകൃതിയിൽ രേഖപ്പെടുത്തിയ പ്രദേശം കാണാമല്ലോ. അപ്പോൾ ഇവിടെ നോക്കി ഒരു മാപ്പിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മേലക്കൂടും ജസ്റ്റ് ഈ ഒരു ഭാഗമാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു റെഡ് മാർക്ക് ചെയ്ത സംഭവം കേട്ടോ. അപ്പോൾ അതിന് ചുറ്റും കുത്തു പോലെ കണ്ടല്ലോ. അപ്പോൾ അവിടെ നോക്കുക കേട്ടോ. അവിടെ ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്താണ് കൃഷിയുടെ ആരംഭം എന്ന് പുരാവസ്തു ഗവേഷകർ പറയുന്നു. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് കൃഷിയുടെ ആരംഭം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്തെ ഫെർട്ടൈൽ ക്രസൻറ്റ് അല്ലെങ്കിൽ ഫലഭൂയിഷ്ഠമായ ചന്ദ്രക്കല എന്നാണ് ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഈ ഒരു ഭാഗത്തിനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഫെർട്ടൈൽ ക്രസൻറ്റ് അല്ലെങ്കിൽ എന്ത് പറയുന്നു? ഫലഭൂയിഷ്ഠമായ ചന്ദ്രക്കല എന്നാണ് ഈ ഒരു പ്രദേശത്തെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നോക്കും, നമുക്കറിയാം. അപ്പോൾ ഈ ഒരു ഭാഗം വരുന്നത് എവിടെയാണ്? നമ്മുടെ സിറിയയും ഇറാഖിൻ്റെ ഒക്കെ ഭാഗത്തായിട്ടാണ് വരുന്നത് അല്ലേ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി മൃഗങ്ങളെ ഇണക്കി വളർത്തുവാനും കൃഷി ആരംഭിക്കുവാനും മനുഷ്യരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരിക്കും? ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മൃഗങ്ങളെ ഇണക്കി വളർത്തുന്നത് കൃഷിയുടെ സ്റ്റാർട്ടിങ്ങും ആയിരുന്നു അല്ലേ. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ എന്തായിരിക്കും? ജനസംഖ്യാ വർധനവാണ്. പിന്നെ ദെൻ മനുഷ്യാധിവാസ കേന്ദ്രങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധന, സങ്കീർണമായ സാമൂഹിക സംഘാടനം, ദെൻ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യത കുറവ്, ദെൻ സാങ്കേതിക വിദ്യയിൽ വന്ന മാറ്റം. ഇത്രയുമാണ് ഇവർക്ക് മൃഗങ്ങളെ ഇണക്കി വളർത്താനും കൃഷി ആരംഭിക്കുവാനുള്ള ഒക്കെ പ്രേരിപ്പിക്കാനുള്ള കാരണം, ഫാക്ടേഴ്സായിട്ട് കണക്കാക്കുന്നത്. ദെൻ കുറച്ച് ഒന്ന് രണ്ട് പിക്ചർ കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്തരം ഉപകരണങ്ങൾ മണ്ണിൽ കൃഷി ചെയ്യാൻ മനുഷ്യർക്ക് സഹായകമായി. മരം മുറിക്കുവാനും മണ്ണ് ഉഴുതുമറിക്കുവാനും ഈ ഉപകരണങ്ങൾ അവരെ സഹായിച്ചു. ഇത് മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു. കൃഷിയും കന്നുകാലി വളർത്തലും ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ സ്ഥിരമായ ലഭ്യത ഉറപ്പാക്കി. നമുക്കറിയാം, അവർ കൃഷി ചെയ്യാൻ തുടങ്ങിയതോടുകൂടി അപ്പോൾ കന്നുകാലികളെ വളർത്തുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ സ്ഥിരമായിട്ടുള്ള ഒരു ലഭ്യത അവർക്ക് കിട്ടുവാണ്. തൽഫലമായിട്ട് അവർ എന്ത് ചെയ്യുവാണ്? സ്ഥിരവാസവും ദെൻ കാർഷിക ഗ്രാമങ്ങളും വളർന്നു വന്നു. കളിമൺ പാത്ര നിർമ്മാണവും കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച ഇഷ്ടികകളുടെ ഉപയോഗവും ധാന്യസമ്പന്നം സാധ്യമാക്കി. അങ്ങനെ കാർഷിക രംഗത്ത് മിച്ചോൽപാദനം സാധ്യമായതോടെ സമൂഹത്തിലെ ഒരു വിഭാഗം കാർഷിക പ്രവർത്തനങ്ങളിൽ നിന്നും സ്വതന്ത്രരായി. അവർ കളിമൺ പാത്ര നിർമ്മാണം, നെയ്ത്ത് തുടങ്ങിയ മറ്റു തൊഴിലുകൾ ഏർപ്പെടാൻ തുടങ്ങി. അവരിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ തുടങ്ങിയതോടുകൂടി എന്താണ്? മറ്റു ചില സാധ്യതകൾ തെളിഞ്ഞു വരികയാണ് അല്ലേ. അപ്പോൾ കുറച്ച് പേര് മറ്റൊത് നമ്മുടെ ഈ പറഞ്ഞ കളിമൺ പാത്ര നിർമ്മാണം, നെയ്ത്ത് തുടങ്ങിയ മറ്റു തൊഴിലും കൂടി ഏർപ്പെടാൻ തുടങ്ങുകയാണ്. അങ്ങനെ സമൂഹം വിവിധ തൊഴിൽ വിഭാഗങ്ങൾ ഉൾപ്പെടുന്നതായിട്ട് മാറുകയാണ്. ഇതോടെ സമൂഹ രൂപീകരണത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ ഇന്ന് നാം കാണുന്ന മനുഷ്യ മുന്നേറ്റങ്ങളുടെ അടിസ്ഥാനം നവീന ശിലായുഗത്തിൽ ഈ ഒരു മാറ്റമാണ്. അപ്പോൾ ഇവർ മെയിനായിട്ട് പറഞ്ഞ 2 പോയിന്റ് ഏതൊക്കെയാണ്? മൃഗങ്ങളെ ഇണക്കി വളർത്തൽ, കൃഷിയുടെ ആരംഭം, ഈ രണ്ടും ഒരു വിപ്ലവം അവിടെ സൃഷ്ടിക്കുകയാണ് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രസിദ്ധ പുരാവസ്തു ഗവേഷകനായ ഗോർഡൻ ചൈൽഡ് ഈ ഒരു കാലഘട്ടത്തെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ച ആരാണ്? പുരാവസ്തു ഗവേഷകൻ ആരാണ് എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കുക, ആരാണ്? ഗോർഡൻ ചൈൽഡാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഇനി അടുത്തത് ഒരു ലോക ഭൂപടമാണ് ഇവിടെ കാണിക്കുന്നത്.
അപ്പോൾ നവീന ശിലായുഗ കേന്ദ്രങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ജാർമോ, അലിഘോഷ്, മെഹർഗഡ്, ജെറീക്കോ ഇവയൊക്കെയാണ് നവീന ശിലായുഗ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടത് ഈ സംഭവമാണ്. അപ്പോൾ ജെറീക്കോ, നവീന ശിലായുഗ കേന്ദ്രമായ ജെറീക്കോ സ്ഥിതി ചെയ്യുന്ന രാജ്യം എവിടെയാണ്? എക്സാമിന് ചോദിക്കാം അല്ലേ. ജെറീക്കോ, ജാർമോ, അലിഘോഷ്, മെഹർഗഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കോ കേട്ടോ. ജെറീക്കോ എവിടെയാണ്? പലസ്തീനിലാണ്. ജാർമോ എന്ന് പറയുന്നത് ഇറാഖിലാണ്. അലിഘോഷ് ഇറാനിലാണ്. മെഹർഗഡ് ഇപ്പോൾ പാകിസ്ഥാനിലാണ് കേട്ടോ. അപ്പോൾ ജെറീക്കോ പാലസ്തീൻ, ജാർമോ ഇറാഖ്, അലിഘോഷ് ഇറാന്, മെഹർഗഡ് പാകിസ്ഥാൻ. ഓക്കെ ആണല്ലോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട 1-2 പോയിന്റ്സ് നമുക്ക് നോക്കാം. ഇറാഖിലെ ഗുർദിഷ് കുന്നുകളിലെ ജാർമോ. അപ്പോൾ റോബർട്ട് ജെ ബ്രൈറ്റ്വുഡാണ് ഗുർദിഷ് കുന്നുകളിൽ, അതായത് ആധുനിക ഇറാഖിലെ ജാർമോയിൽ പുരാവസ്തു ഗവേഷണ നേതൃത്വം നൽകിയത്. അപ്പോൾ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ജാർമോയിൽ പുരാവസ്തു ഗവേഷണ നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? റോബർട്ട് ജെ ബ്രൈറ്റ്വുഡ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ ജാർമോയിലെ ജനങ്ങൾ ബാർലിയും 2 തരം ഗോതമ്പും കൃഷി ചെയ്തിരുന്നു. അപ്പോൾ ജാർമോയിലെ ജനങ്ങൾ ബാർലിയും 2 ടൈപ്പ് ഗോതമ്പ് കൃഷി ചെയ്തിരുന്ന തെളിവുകളുണ്ട്. ദെൻ ആടിനെയും മറ്റു ചില മൃഗങ്ങളെയും ഇണക്കി വളർത്തിയതിൻ്റെ വ്യക്തമായ സൂചനകളുമുണ്ട്. ഇവിടുത്തെ വീടുകൾ ചെറു കുടിലുകളായിരുന്നു. അവർ കളിമണ്ണുകൾ കൊണ്ട് മൃഗങ്ങളുടെയും മനുഷ്യരുടെയും രൂപങ്ങൾ നിർമ്മിച്ചിരുന്നു. അവർ നിർമ്മിച്ച മനുഷ്യരൂപങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗർഭിണിയായ സ്ത്രീയുടെ രൂപമാണ്. അപ്പോൾ ഗർഭിണിയായ സ്ത്രീകളുടെ രൂപം കാണപ്പെട്ടത് എവിടെയാണെന്ന് ചോദിക്കാനെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ജാർമോയിലാണ് കേട്ടോ. കിട്ടിയല്ലോ. അപ്പോൾ റോബർട്ട് ജെ ബ്രൈറ്റ്വുഡ് എന്താണ് ചെയ്തത്? ജാർമോയിൽ പുരാവസ്തു ഗവേഷണത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. ഓർത്തു വയ്ക്കുക കേട്ടോ. ഇനി അടുത്ത മെഹർഗഡ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ നവീന ശിലായുഗ കേന്ദ്രം. നവീന ശിലായുഗത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളായ മൃഗങ്ങളെ ഇണക്കി വളർത്തൽ, കൃഷി എന്നിവയ്ക്ക് തുടക്കം കുറിച്ച പ്രാചീന ഇന്ത്യയിലെ ആദ്യ പ്രദേശമാണ് മെഹർഗഡ്. ഇപ്പോൾ പാകിസ്ഥാനിലാണ് എന്ന് പുരാവസ്തു ഗവേഷകർ കണക്കാക്കുന്നു. ഈ പ്രദേശത്തെ, അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്തെ എന്തെന്ന് വിളിക്കുന്നത്? ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ എന്ന് വിളിക്കുന്നു. ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ എന്ന് വിളിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആണേ. കിട്ടിയല്ലോ. ഇനി അടുത്തത് ലോഹയുഗത്തോട് പോകണ്ട, മെറ്റൽ ഏജ്. അപ്പോൾ പറഞ്ഞ പോലെ പേര് പോലെ തന്നെ അല്ലേ. അപ്പോൾ ശിലയുടെ സ്ഥാനത്ത് എന്ത് വരുന്നു? ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെയാണ് മനുഷ്യർ ലോഹയുഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. സാങ്കേതിക വിദ്യയിൽ മനുഷ്യർ കൈവരിച്ച പുരോഗതി വ്യക്തമായി പ്രകടമാകുന്ന കാലമാണ് ലോഹയുഗം എന്ന് പറയുന്നത്. മനുഷ്യർ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം എന്തായിരുന്നു? ചെമ്പായിരുന്നു. കിട്ടിയ ഒരു പോയിന്റ് അല്ലേ. മനുഷ്യർ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം ഏതാണ്? ചെമ്പ്. കിട്ടിയല്ലോ. അതിന് പ്രകൃതിദത്തമായ ചെമ്പിനെ ആയുധങ്ങളും ഉപകരണങ്ങളും ആക്കി മാറ്റുന്ന സാങ്കേതിക രീതി ഈ ഘട്ടത്തിൽ മനുഷ്യർ കൈവരിച്ചു. ആദ്യകാല കാർഷിക ഗ്രാമങ്ങളായ ചാദൽ ഹൊയ് തുർക്കിയിലെ ചാദൽ ഹൊയ്ക്ക്, ദെൻ ചയോന് വടക്കൻ സിറിയയിലെ ചയോന്, ഈ പേരുകളൊക്കെ ഒന്ന് പഠിക്കുക കേട്ടോ. ദെൻ അലിഘോഷ്, നമ്മൾ പറഞ്ഞു ഇറാനിലെ അലിഘോഷ് എന്നിവിടങ്ങളിൽ നിന്നും ചെമ്പിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ. BCE 7000 ഇതിൻ്റെ കാലമായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ ചെമ്പ് നമ്മൾ പറഞ്ഞു മുമ്പ് ആദ്യം സ്റ്റോൺസ് വെച്ചിട്ടായിരുന്നു. അപ്പോൾ പകരം ഈ ശിലാ ഉപകരണങ്ങളെക്കാൾ ചെമ്പ് ഉപകരണങ്ങളും മേന്മകൾ, അത് കുറച്ച് ഗുണങ്ങൾ എന്താണ് എന്നാണ് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. അനുയോജ്യമായിട്ടുള്ള ഷേപ്സിൽ, ആകൃതിയിലും രൂപത്തിലും നമുക്കതിനെ മാറ്റാൻ സാധിക്കും. ദെൻ കൂടുതൽ കാലം നിലനിൽക്കും. ഇത് ചെമ്പിൻ്റെ 2 ഫീച്ചറാണ്, പ്രത്യേകതയാണ് അല്ലേ. ഇനി അടുത്ത് നോക്കുക, താമ്രശിലായുഗം, ചാൽക്കോളിറ്റിക് ഏജ്. അപ്പോൾ ശിലായുഗത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തപ്പോൾ ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച കാലഘട്ടത്തിലും മനുഷ്യർ ശിലായുധങ്ങൾ ഉപേക്ഷിച്ചില്ല. അവർ അപ്പോഴും അതും ഉപയോഗിച്ചിരുന്നു. മനുഷ്യർ ശിലായുധം ഉപേക്ഷിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഉപകരണങ്ങൾക്കൊപ്പം ചെമ്പ് ഉപകരണങ്ങളും ഉപയോഗിച്ച് ഈ ഒരു കാലത്തെയാണ് താമ്രശിലായുഗം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഇപ്പോൾ ശിലാ ഉപകരണങ്ങൾക്കൊപ്പം എന്തും ഉപയോഗിക്കുന്നുണ്ട്? 2ഉം കേട്ടോ. ചെമ്പ് ഉപകരണം ഉപയോഗിച്ച ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ താമ്രശിലായുഗം എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിൽ രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്ന് താമ്രശിലായുഗത്തിൻ്റെ നിരവധി അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ താമ്രശിലായുഗത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. ഒക്കെയാണ് ഈ 3 സ്ഥലത്തിൻ്റെ പേരുകളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി 2 പിക്ചർ കാണിക്കുന്നുണ്ട്, നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കാം. ദൈമാബാദ്, അതായത് മഹാരാഷ്ട്രയിൽ നിന്ന് ലഭിച്ച ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന കലശങ്ങളാണ് കാണിക്കുന്നത്. ദെൻ നവാസായിൽ, മഹാരാഷ്ട്രയിലെ നവാസായിൽ നിന്നും ലഭിച്ച കളിമണ്ണിലും ശിലയിലും തീർത്ത കലാനിർമ്മിതികൾ. ഓക്കെ. അപ്പോൾ ദൈമാബാദ് എവിടെയാണ്? മഹാരാഷ്ട്ര. എത്ര ഓർക്കുക? നവാസ, അതായത് മഹാരാഷ്ട്ര. ഈ 2 പേരൊന്നും ഓർത്ത് വെച്ചാലും മതി കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ വെങ്കല യുഗമാണ്. അത് ബ്രോൺസ് ഏജ് ആണ് വരുന്നത്. നോക്കൂ, BCE 6000-നും 3000-നും ഇടയിൽ മനുഷ്യർ കാളയുടെയും കാറ്റിൻ്റെയും ശക്തിയെ പ്രയോജനപ്പെടുത്താൻ പഠിച്ചു. കലപ്പയും ചക്രവണ്ടിയും വഞ്ചിയും ഉപയോഗിക്കാൻ തുടങ്ങി. ലോഹ സംസ്കരണ വിദ്യയും അതുപോലെ തന്നെ കൂടുതൽ വികാസം
നേടി. തൽഫലമായിട്ട് കൃഷി വ്യാപകമാവുകയും മിച്ചോൽപാദനം സാധ്യമാവുകയും ചെയ്തു. കാർഷികേതര ഉൽപാദനങ്ങൾ അത് ശക്തമാവുകയും മനുഷ്യർ അതിലൂടെ നാഗരിക ജീവിതത്തിൽ സ്വയം സജ്ജമാവുകയും ചെയ്തു. ഇത് നമ്മുടെ ഗോർഡൻ ചൈൽഡ്, അതായത് മാൻ മേക്സ് ഹിംസെൽഫ് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ പറഞ്ഞ പോയിന്റ്സ് ആണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നാഗരിക ജീവിതത്തിലേക്ക് കടക്കുന്ന സംഭവമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നാഗരിക ജീവിതത്തിലേക്കുള്ള മനുഷ്യരുടെ കടന്നു വരവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒരു പ്രദേശത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതും പകുതിയിലേറെ പേര് കാർഷികേതര പ്രവർത്തനങ്ങളായ വിവിധ തരം കൈത്തൊഴിലുകൾ, കരകൗശ പ്രവർത്തനങ്ങൾ, കച്ചവടം തുടങ്ങിയവയിൽ ഏർപ്പെട്ട് ഉപജീവനം നടത്തുന്നതുമായ സ്ഥിതിവിശേഷമാണ് നാഗരികത എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വിശാലമായ വീഥികളും അതുപോലെ തന്നെ പൊതുകെട്ടിടങ്ങളും മെച്ചപ്പെട്ട സൗകര്യങ്ങളും തിരക്കേറിയ ജീവിതവും വിനോദങ്ങളും നഗരജീവിതത്തിൻ്റെ സവിശേഷതകളാണ് നാഗരിക ജീവിതത്തിന് ആരംഭം കുറിച്ചത് വെങ്കലയുഗത്തിലാണ്. നിങ്ങൾ പഠിച്ചപ്പോൾ നമുക്കറിയാം നാഗരിക ജീവിതത്തിന് ആരംഭം കുറിച്ചത് ഏത് യുഗത്തിലാണ്. അതൊരു പോയിന്റ് നമുക്ക് കിട്ടിയാലും മതി. എവിടെയാണ്? വെങ്കലയുഗത്തിലാണ് കേട്ടോ. ഇനി നമുക്ക് നോക്കാം. ഈ വെങ്കലം, ഈ ബ്രോൺസ് അല്ലേ, ഓട് പറയും അല്ലേ. അപ്പം ചെമ്പും അതായത് കോപ്പറും വെളുത്തിയും ടിന്നും ചേർത്ത് സംസ്കരിച്ചുണ്ടാക്കുന്ന ലോഹസങ്കരമാണ് വെങ്കലം. ഇത് നമുക്ക് പഴയ PC ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിക്കാം. വെങ്കലം എന്ന് പറയുമ്പോൾ എന്താണ്? കോപ്പർ പ്ലസ് ടിന്നാണ്. ചെമ്പും വെളുത്തിയും ചേർന്നാൽ ഉണ്ടാകുന്ന ലോഹസങ്കരം ഏതാണത്? വെങ്കലം അല്ലെങ്കിൽ ബ്രോൺസ് ആണ്. അപ്പോൾ കോപ്പർ പ്ലസ് ടിന്നാണെന്നുള്ള കാര്യം ഓർത്താൽ മതി. ചെമ്പിനേക്കാൾ എന്താണ് ഉറപ്പ് ലഭിക്കുന്ന ലോഹമാണ് എന്ത് പറയുന്നത്? വെങ്കലം, ബ്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇത്ര പഠിച്ചാൽ മതി. ഇതിൽ 2 പോയിന്റ് നമുക്ക് കിട്ടിയാൽ മതി. ഇതിന് വെങ്കലയുഗത്തിൽ ഇന്ത്യയിൽ വികാസം പ്രാപിച്ചതാണ് ഹരപ്പൻ സംസ്കാരം. ഹരപ്പ, മൊഹൻജദാരോ, ലോത്തൽ തുടങ്ങിയ നഗരങ്ങൾ ആസൂത്രിതമായി നിർമ്മിച്ച പൊതു കെട്ടിടങ്ങൾ, വലിയ കുളം, ഗ്രേറ്റ് ബാത്ത്, വീടുകൾ, തെരുവീഥികൾ, അഴുക്കുചാലുകൾ, ധാന്യപ്പുരകൾ എന്നിവയുടെ വിവിധ തരം കൈത്തൊഴിലുകളുടെയും കച്ചവടത്തിൻ്റെയും സാന്നിധ്യവും ഇവിടുത്തെ നഗരവൽക്കരണത്തെ നമുക്ക് വ്യക്തമാക്കി തരുന്നു. അതുകൊണ്ടാണ് ഹർബൻ സംസ്കാരത്തെ ഇന്ത്യ ചരിത്രത്തിൽ 1ാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ 1ാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്ന സംസ്കാരം ഏതാണ്? ഹരപ്പൻ സംസ്കാരമാണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഇന്ന് മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ ഇനി സപ്തസിന്ധു പ്രദേശം ഏതാണെന്ന് നോക്കാം. സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശമാണ് സപ്തസിന്ധു പ്രദേശം. അപ്പോൾ സപ്തസിന്ധു പ്രദേശം എന്താണ്? സിന്ധു നദിയും അതിന് പോഷക നദിയും ഉൾപ്പെടുന്ന പ്രദേശത്തെ നമ്മൾ സപ്തസിന്ധു പ്രദേശം എന്ന് പറയുന്നത്. ദെൻ ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സംസ്കൃതം, ലത്തീൻ, ഗ്രീക്ക്, ജർമ്മൻ, ഇംഗ്ലീഷ്, സ്വീഡിഷ്, റഷ്യൻ, പോളിഷ് പോളാൻഡ് ലാംഗ്വേജ് ആണ് കേട്ടോ. പോളിഷ്, ഇറ്റാലിയൻ, സ്പാനിഷ്, ഫ്രഞ്ച്, റുമാനിയൻ എന്നീ ഭാഷകൾ ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ ഏതായാലും മനസ്സിലാക്കി വെച്ച് എങ്ങാനും ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ പെടാത്തത് ഏതെന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് എഴുതാൻ കിട്ടണം. സോ ഇത്രയും ഭാഷകളൊന്നും ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ഉൾപ്പെടുന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ബോക്സ് ആയിട്ട് തരുന്ന കാര്യങ്ങളൊക്കെ മേ ബി നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി നോക്കാം. ഇനി അടുത്തത് വേദകാലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഹരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം സപ്തസിന്ധു നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് പ്രദേശത്ത് കടന്നു വന്നത് ആര്യന്മാരായിരുന്നു. അപ്പോൾ ഹരപ്പൻ സംസ്കാര തകർച്ചയ്ക്ക് ശേഷം സപ്തസിന്ധു അല്ലെങ്കിൽ പ്രദേശത്തേക്ക് കടന്നു വന്നത് ആരാണ്? ആര്യന്മാരായിരുന്നു കേട്ടോ. അവരുടെ പ്രത്യേകത എന്താണ്? ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഭാഷ സംസാരിച്ചിരുന്നവരായിരുന്നു ആര്യന്മാർ. അപ്പോൾ ഭാഷാപരമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആര്യന്മാരുടെ ജന്മദേശം മധ്യേഷ്യയാണെന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ വേദങ്ങളിൽ നിന്നുമാണ് ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് അറിവുകൾ നമുക്ക് ലഭിക്കുന്നത്. അതിനാൽ ഈ കാലഘട്ടത്തെ വേദകാലം എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു തെളിവുകളൊക്കെ നമുക്ക് കിട്ടുന്നത് വേദങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടം നമ്മൾ വേദിക് ഏജ് അല്ലെങ്കിൽ വേദകാലം എന്നാണ് വിളിക്കാറ്. ദെൻ BCE 1500-നും 600-നും ഇടയിലാണ് ഈ ഒരു വേദകാലങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഒരു കാലഘട്ടങ്ങൾ അല്ലേ, അതൊന്ന് ഓർത്ത് വയ്ക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ വേദകാലത്ത് നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. നോക്കാം. ആദ്യകാല വേദകാലം, അതായത് ഋഗ്വേദം രചിച്ച കാലമാണ് ഈ ആദ്യകാല വേദകാലം എന്ന് പറയുന്നത്. ദെൻ പിൽക്കാല വേദകാലം, അതായത് യജുർവേദം, സാമവേദം, അഥർവവേദം രചിച്ച കാലമാണ് പിൽക്കാല വേദകാലം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ രണ്ടിന് ഡിഫറൻഷിയേഷൻ ഒന്ന് പഠിക്കുക. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യകാല വേദകാലവും പിൽക്കാല വേദകാലത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ സപ്തസിന്ധു പ്രദേശമാണ്. ദെൻ ഇടയ സമ്പദ് വ്യവസ്ഥ നിലനിന്നിരുന്നു. ദെൻ അർദ്ധനാദോടികളായിരുന്നു. ദെൻ സമൂഹത്തിൽ സ്ത്രീകൾക്ക് താരതമ്യേന ഉയർന്ന സ്ഥാനമുണ്ടായിരുന്നു. ദെൻ കാട് വെട്ടിത്തെളിച്ചും തീയിട്ടും കൃഷി ചെയ്തു. നിരവധി ഗോത്രങ്ങൾ ചേർന്നതായിരുന്നു സമൂഹം എന്ന് പറയുന്നത്. യാഗങ്ങൾ ലളിതവും അതുപോലെ തന്നെ ഓരോ കുടുംബനാഥനും ചെയ്യാവുന്നതുമായിരുന്നു. ദെൻ പ്രകൃതി ശക്തികളെ ആരാധിച്ചിരുന്നു. ഇത്രയാണ് ആദ്യകാല വേദകാലത്തിൻ്റെ പ്രത്യേകതകൾ. പിൽക്കാല വേദകാലം എന്ന് പറയുമ്പോൾ ഗംഗാസമതലം വരെ വ്യാപിച്ചു. ഓക്കെ, ഗംഗാസമതലം വരെ വ്യാപിച്ചു. ഇതിന് കൃഷിക്ക് പ്രാധാന്യം നൽകി. സ്ഥിരവാസ ജീവിതം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ട് ചോദിച്ചിട്ട് ഇതിൽ പെടാത്തത് ഏതെന്ന് ചോദിക്കാൻ ചിലപ്പോൾ നമുക്ക് പറഞ്ഞാൽ ഈ പിൽക്കാല വേദകാലത്ത് നിന്ന് എന്തെങ്കിലും പോയിന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. സ്ഥിരവാസ ജീവിതം ആയിരുന്നു പിൽക്കാലത്തിൽ വരുന്നത്. സ്ത്രീകളുടെ സാമൂഹിക പദവിക്ക്
മങ്ങലേറ്റു, ഇരുമ്പിൻ്റെ ഉപയോഗം വരുന്നുണ്ട്. ദെൻ വർണ്ണവ്യവസ്ഥ ശക്തിപ്പെടുന്നു, യാഗങ്ങൾ സങ്കീർണവും ചെലവേറിയതുമായി യാഗങ്ങൾക്കൊരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രം അധികാരമായിട്ട് മാറുവാണ്. ദെൻ പ്രത്യേക ആരാധനാമൂർത്തികൾ രൂപപ്പെടുന്നു, വിവിധ കരകൗശല വിദ്യകളുടെ തുടക്കം. അപ്പോൾ നമുക്ക് കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യകാല വേദകാലത്തിൽ വരുന്നത്. സപ്തസിന്ധു പ്രദേശം വരെയാണ്, ഒരു സമൃദ്ധ വ്യവസ്ഥയാണ്, അർദ്ധനാടോടികളായിരുന്നു. അപ്പോൾ സ്ത്രീകൾക്ക് അത്യാവശ്യം ഉയരം സ്ഥലമാണ്, കാട് വെട്ടിത്തെളിച്ചും തീട്ടുവയ്ക്കാൻ ജീവിച്ചിരുന്നത് അല്ലേ, കൃഷി ചെയ്തിരുന്നത്. ഇവിടെ നമ്മൾ കുറച്ചും കൂടി ഡെവലപ്പായി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പോൾ നിരവധി ഗോത്രങ്ങൾ ചേർന്ന നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് കുറച്ച് യാഗങ്ങൾ, അവർ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി സിമ്പിളുള്ളതായിരുന്നു. ഇവിടെ ആകുമ്പോൾ കുറച്ചും കൂടി യാഗങ്ങൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലായിട്ട് വരുവാണ്. ദെൻ പ്രത്യേക ആരാധനാമൂർത്തികളൊക്കെ രൂപപ്പെട്ട് വന്ന ഒരു കാലമാണ് പിൽക്കാല വേദകാലം എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്കൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഒന്ന് മനസ്സിരുത്തി രണ്ടും പേര് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയല്ലോ അല്ല, കിട്ടും. അപ്പോൾ ഇതൊന്ന് നോക്കുക. ദെൻ വേദസാഹിത്യം. വേദം എന്നാൽ അറിവ്, വിത്ത് എന്നാണ് അർത്ഥം. വേദങ്ങൾ 4 എണ്ണമാണ്. ഏതൊക്കെയാണ് അവ? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിവയാണ്. ഇവയിൽ ഋഗ്വേദത്തെ ഇവയിൽ ഋഗ്വേദമാണ് ആദ്യത്തേത്. 4 വേദങ്ങൾ കൂടാതെ അനുബന്ധങ്ങളായിട്ട് ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുകൾ എന്നിവയും വേദസാഹിത്യത്തിൻ്റെ ഭാഗമാണ്. വേദകാലത്തെക്കുറിച്ച് പറഞ്ഞതിനായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ് എന്താണ്? വേദസാഹിത്യമാണ്. ജസ്റ്റ് വലിയ കാര്യങ്ങൾ ഇവിടെ കാണുന്നില്ല. ദെൻ വർണ്ണവ്യവസ്ഥ. വർണ്ണങ്ങൾ 4 എണ്ണം ഉണ്ടായിരുന്നു. പൗരോഹിത്യത്തിൽ ഏർപ്പെട്ടവർ ബ്രാഹ്മണരും, രാജ്യഭരണവും സംരക്ഷണവും നടത്തിയവർ ക്ഷത്രിയരും, കൃഷിയിലും കച്ചവടത്തിലും ഏർപ്പെട്ടിരുന്നവർ വൈശ്യരും, ഈ 3 വിഭാഗങ്ങൾക്കും ദാസ്യവൃത്തി ചെയ്തിരുന്നവർ എന്താണ് ശൂദ്രരും ആയിരുന്നു. അപ്പോൾ ഭരണവ്യവസ്ഥ ആരൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഒരു ഭാഗം. ദെൻ മാനവചരിത്രത്തിൻ്റെ തുടക്കവും കാലക്രമത്തിലുണ്ടായ വികാസങ്ങളുമാണ് നമ്മൾ ഒരു പാഠഭാഗത്ത് പഠിച്ചത് അല്ലേ. അപ്പോൾ കാട്ടിലും ഗുഹകളും മരപ്പൊത്തികളും ജീവിച്ച് പ്രകൃതിയോടും മൃഗങ്ങളോടും പൊരുതി വിവേകവും ബുദ്ധിശക്തിയും കൊണ്ട് മുന്നോട്ടുള്ള പ്രയാണം തുടങ്ങി മനുഷ്യർ തൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതനുസൃതമായിട്ട് കണ്ടുപിടുത്തങ്ങളും സൃഷ്ടികളും നടത്തി. പുരോഗതിയുടെ പാതയിലേറി ഒരു നാഗരികരായി മാറിയ മനുഷ്യർ അവരുടേതായ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക സംവിധാനങ്ങൾ രൂപപ്പെടുത്തി ഇന്ന് 21-ാം നൂറ്റാണ്ടിലേക്ക് എത്തി നിൽക്കുമ്പോൾ മാനവചരിത്രത്തിൻ്റെ വിവിധ വികാസഘട്ടങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനുഷ്യർ എത്ര ദൂരം മുന്നോട്ട് പോയി എന്ന് നമുക്ക് അറിയുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഇതിനൊരു അവസാനം ഒരു കൺക്ലൂഡ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ എത്രമാത്രം ആയി എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു ചാപ്റ്റർ അപ്പോൾ നമ്മളിത് 2 ദിവസങ്ങളായിട്ട് എടുക്കുക എന്ന് വിചാരിച്ചതാണ്. പക്ഷേ എനിക്ക് തോന്നി ഒരു ദിവസം ഒരു ചാപ്റ്റർ എന്ന രീതിയിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും പെട്ടെന്ന് നമുക്ക് വേഗം ഒന്ന് കവർ ചെയ്യാൻ, വേഗമല്ല നമുക്ക് ഇന്നലെ ഓരോന്നായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്ത് കവർ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഒറ്റ ദിവസത്തിൽ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ബോറിംഗ് ആയോ ഒറ്റ ദിവസം ഇത്രയും ഒരു ലെങ്തി ആയിട്ടുള്ള ക്ലാസ് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഈ ഒരു ചാപ്റ്റർ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഒരു ചാപ്റ്റർ വായിക്കുക, അതിനുശേഷം മാത്രം ഇതുമായി ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്കാവും. അതുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ് ആദ്യം ചാപ്റ്റേഴ്സ് ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ചെയ്യാം, അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ് കണ്ടിട്ട് നാളെ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കുക, നിങ്ങൾക്കൊരു ഓർമ്മയെങ്കിലും വരില്ല. എനിക്ക് സംഭവം ഉണ്ടെന്നെങ്കിലും ഓർമ്മ അല്ല, ജസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻസ് മാത്രം പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതൊന്നും ക്ലിക്ക് ആവത്തില്ല. അതുകൊണ്ടാണ് ക്ലാസ്സസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ക്ലാസ്സസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് SCRT ടെക്സ്റ്റ് ബുക്കുകളെല്ലാം നമുക്ക് നല്ല രീതിയിൽ കവർ ചെയ്യാൻ സാധിക്കും. കീപ്പ് വാച്ചിങ്. താങ്ക് യു.